ഇഗ്നു ബി എ ഹിസ്റ്ററി ഓണേഴ്സിലെ ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റിന്റെ ചാപ്റ്റർ 1 ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയാണ്. ഫോസിൽ ഫ്യൂവലുകളെ കുറിച്ചുള്ള ഭാഗമാണ്. പലതരം ഫോസിൽ ഫ്യൂവലുകൾ നമുക്കുണ്ട്. ഭൂമിക്കടിയിൽ പണ്ടുകാലങ്ങളിൽ പെട്ടുപോയ ജൈവവസ്തുക്കളിൽ നിന്ന് സാവകാശം രൂപം കൊള്ളുന്ന ഇന്ധനങ്ങളാണ് ഫോസിൽ ഫ്യൂവലുകൾ. കൽക്കരിയും നാച്ചുറൽ ഗ്യാസും ഓയിലും എല്ലാം ഫോസിൽ ഫ്യൂവലുകൾ തന്നെയാണ്. ഈ ഫോസിൽ ഫ്യൂവലുകൾ വൻതോതിൽ കുതിപ്പുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്. ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുതിച്ചുചാട്ടം. ഗ്രോയിങ് പോപ്പുലേഷൻ, ഇൻക്രീസിങ് കൺസംഷൻ വിത്ത് എ ബോട്ടിൽനെക്ക് ഓഫ് ഡിമാൻഡ് ഫോർ എനർജി. വർദ്ധിച്ചു വന്ന ജനസംഖ്യ, ഉപഭോഗം കൂടി. അപ്പോൾ തീർച്ചയായിട്ടും പഴയ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ രീതിയും മാറി. അതിനു മുൻപത്തെ ഏർലി പീരീഡിലെ ആ കാലഘട്ടവും മാറി. സോളാർ എനർജിയിൽ നിന്നുള്ള ആ കാലഘട്ടവും മാറി. ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്ന ഊർജ്ജരൂപത്തിന്റെ ആവശ്യം കൂടുതലായി വന്നു. പക്ഷേ എന്ത് ചെയ്യാം, പോപ്പുലേഷൻ കൂടുന്നു, ഉപഭോഗം കൂടുന്നു, എന്നാൽ അത് കണ്ടെത്താനുള്ള സാധ്യത കുറയുന്നു. എനർജിയുടെ ഡിമാൻഡ് കൂടിക്കൂടി വരുന്നു. പോപ്പുലേഷനും കൺസംഷനും അനുസരിച്ച് അത് സർവ് ചെയ്യാനും കഴിയുന്നില്ല. ഈ പ്രോബ്ലം ഇതൊരു ബോട്ടിൽനെക്കാണ്. ബോട്ടിൽനെക്കാണെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലമാണ്. ഇറ്റ് വാസ് സൂൺ റിസോൾവ്ഡ്. ഈ പ്രോബ്ലം അതിവേഗം പരിഹരിച്ചു. എങ്ങനെ പരിഹരിച്ചു? നമ്മൾ പുത്തൻ കണ്ടെത്തലുകളിലൂടെ, ഇന്നോവേഷനിലൂടെ നമ്മൾ പരിഹരിച്ചു. വാക്ലോസ് മിൽ സേസ് ദാറ്റ് പ്രയർ ടു ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. വാക്ലോസ് മില്ല് പറയുന്നത് ഇങ്ങനെയാണ്: വ്യവസായ വിപ്ലവത്തിന് മുൻപ് പ്രൈം മൂവേഴ്സ് മൂവേഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആയാലും സാധനങ്ങളായാലും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന, ചലിപ്പിക്കുന്ന വാഹനങ്ങളും പവർ ഓഫ് മെഷീൻസ്, മൂവിങ് മെഷീൻസ് അല്ലെങ്കിൽ വെഹിക്കിൾസ്, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ആനിമേറ്റ് പവർ. അതായത് മൃഗശക്തി അല്ലെങ്കിൽ മനുഷ്യന്റെ കായിക ശക്തിയായിരുന്നു. ഇത് രണ്ട് ആനിമേറ്റ് പവറാണ്. ഇത് കൂടാതെ വിൻഡ് പവർ, കാറ്റിനെ ഉപയോഗപ്പെടുത്തിയതായിട്ട് നമുക്കറിയാം കുറേ കാര്യങ്ങളിൽ. പുരാതന ഈജിപ്തിൽ BC 5000 തന്നെ ബോട്ടുകളെ പായ്ക്കപ്പൽ ഉപയോഗിച്ച് കാറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിപ്പിച്ചായിട്ട്, മൂവേഴ്സായിട്ട് ഉപയോഗിച്ചായിട്ട് നമുക്കറിയാം. വാട്ടർ പവർ, ബയോമാസ് ഫ്യൂൽ, വുഡ്, ചാർക്കോൾ, അതുപോലെ തന്നെ ക്രോപ്പ് റെസിഡ്യൂ, ഡങ്, അതായത് വിളകളുടെ അവശിഷ്ടം, വിളകൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന ഇലയും മറ്റുമൊക്കെ നമ്മളൊരു ബയോ കമ്പോസ്റ്റ് പോലെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഡങ്, ചാണകം, ഇതിൽ നിന്നൊക്കെ നമുക്ക് ജൈവ വാതകം ഉണ്ടാക്കാൻ സാധിക്കും, ബയോഗ്യാസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പല രീതികളിലൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തി പോകുന്നു. പക്ഷേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ട്രാൻസ്ഫോംഡ് ദാറ്റ്. വ്യവസായ വിപ്ലവം ഇതിനെല്ലാത്തിനെയും ഒരു മാറ്റം വരുത്തി എന്ന് പറയാം. ബർക്കിന്റെ പടമാണ് കാണിച്ചത്, എഡ്മണ്ട് ബർക്കിന്റെ. ദിസ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഫ്രം എഡ്മണ്ട് ബർക്ക് sums up the changes introduced by the use of steam, coal and eventually fossil fuels. സ്റ്റീം, ആവി, കോൾ, കൽക്കരി, ഒടുവിൽ ഫോസിൽ ഫ്യൂലുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന വിധം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് ദിസ് ഷോസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ ഇൻക്രീസ് ഇൻ എനർജി കൺസംഷൻ ആൻഡ് ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഊർജ ഉപയോഗത്തിലുള്ള വർധനവ്, ജനസംഖ്യയിലുള്ള വർധനവ് ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. ദി ചേഞ്ചസ് brought about by the 19th century industrial revolution in production. 19ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവം 19ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന, ഉൽപാദന രംഗത്ത് കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ. ദ യൂസ് ഓഫ് സ്റ്റീം ആൻഡ് കോൾ, ആവിയുടെയും കൽക്കരിയുടെ ഉപയോഗം ഫോർ റെയിൽവേസ് വാസ് ഫോളോവഡ് ലേറ്റർ. അത് തീവണ്ടികൾക്ക് വേണ്ടിയിട്ട് ആ കണ്ടുപിടുത്തം പിന്നീട് ഫോളോവഡ് ലേറ്റർ ബൈ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയുടെ സഹായങ്ങൾ നടത്തി. ട്രാൻസ്പോർട്ട് ആൻഡ് ദ കമ്മിങ് ഓഫ് ദ ഓട്ടോമൊബൈൽ ആൻഡ് എയർ ട്രാവൽ, ഗതാഗതത്തിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തി. അതുപോലെ തന്നെ പിന്നീട് വായുവിലൂടെ സഞ്ചരിക്കാൻ ഇതാ എയർപ്ലെയിനും വരവായി എന്നതാണ്. ഇവയെല്ലാം ചേർന്നപ്പോൾ ഓൾ ദീസ് ഫെസിലിറ്റേറ്റഡ് ദ മിഡ് 20th century, 20ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത് ഈ സൗകര്യങ്ങളൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതായത് ഫോസിൽ ഫ്യൂവലുകളുടെ ആ ഒരു വർദ്ധിച്ച തോതിലുള്ള ഉപഭോഗത്തിന് ഇത് പിന്നെയും കാരണമായി എന്നർത്ഥം. ഇത്തരം വാഹന സൗകര്യങ്ങളും യന്ത്ര സൗകര്യങ്ങളൊക്കെ വന്നത്. ഗ്രേറ്റ് ആക്സലറേഷൻ, റൈസ് ഓഫ് കൺസ്യൂമർ കൾച്ചർ. അപ്പോൾ എന്താണ് വൻതോതിൽ ആക്സലറേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, കുതിച്ചു ചാടിയതെന്ന് ചോദിച്ചാൽ,
ഒന്ന്, ഉപഭോക്തൃ സംസ്കാരം ഉയർന്നു പൊങ്ങി. ആൻഡ് ഷിഫ്റ്റ് ടു ഫോസിൽ ഫ്യൂവൽ മാർക്ക് ആൻഡ് എപ്പോക്ക്. അതുപോലെ തന്നെ എല്ലാവരും ഫോസിൽ ഫ്യൂവലിലേക്ക് ഒരു ചുവട് മാറ്റം വരുത്തിയത്. മാർക്ക് ആൻഡ് എപ്പോക്ക് ഇൻ വിച്ച് ഇറ്റ് അപ്പിയേഴ്സ് അവർ സ്പീഷീസ് ഹാസ് പ്രോബബ്ലി യൂസ്ഡ് മോർ എനർജി സിൻസ് 1920. നമ്മുടെ മനുഷ്യവർഗം ഏറ്റവും കൂടുതൽ ഊർജ ഉപഭോഗം നടത്തിയത് ഈ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Than refinement than in all our prior human society. നമുക്ക് മുമ്പുള്ള തലമുറ ഉപയോഗിച്ചതിനേക്കാളൊക്കെ വെച്ച് താരതമ്യം ചെയ്യും. ആൻഡ് അവർ ഹങ്കർ ഫോർ എനർജി കോസസ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. ഊർജത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ദാഹം പരിസ്ഥിതി പ്രശ്നങ്ങൾ കാരണമാകുന്നു അറ്റ് എവറി സ്റ്റെപ്പ് ഡ്യൂറിങ് എക്സ്ട്രാക്ഷൻ, റിഫൈൻമെന്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ബേണിംഗ്. അതായത് ഊർജം എക്സ്ട്രാക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഓരോ ഘട്ടത്തിൽ, റിഫൈൻമെന്റ് അതിന്റെ പരിഷ്കരണത്തിന്റെ ഘട്ടത്തിൽ, ട്രാൻസ്പോർട്ടേഷൻ അതിന്റെ ഗതാഗതത്തിന്റെ കാര്യത്തിൽ, ആൻഡ് ബേണിംഗ് അതിന്റെ ദഹിപ്പിക്കൽ ഊർജ ദഹനത്തിന്റെ കാര്യത്തിലൊക്കെ. ഡ്യൂറിങ് ദ പാസ്റ്റ് സെഞ്ചുറി, കഴിഞ്ഞ നൂറ്റാണ്ടിൽ, ഡ്യൂറിങ് ദ പാസ്റ്റ് സെഞ്ചുറി ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസിങ് എനർജി കൺസംഷൻ, ഊർജ ഉപഭോഗം വല്ലാണ്ട് കൂടിയതിന്റെ കാരണം കൊണ്ട്, ഇൻക്രീസിങ് പോപ്പുലേഷൻ, ജനസംഖ്യയും ഒപ്പം കൂടിയത് കൊണ്ട്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഹാവ് ഓവർടേക്കൻ നാച്ചുറൽ വേരിയബിലിറ്റി. മനുഷ്യ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായ മറ്റു ചില വഴികളിലൂടെ മാറി സഞ്ചരിച്ചു. ആസ് ദ ലീഡിംഗ് കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ചിന് വലിയ കാരണമായി മാറി. ഓൾദോ സം ക്ലൈമറ്റോളജിസ്റ്റ് വില്യം റുഡിമാനെ പോലുള്ള ചില ക്ലൈമറ്റോളജിസ്റ്റുകൾ പറയുന്നു, വുഡ് ട്രേസ് ഹ്യൂമൻ ഇമ്പാക്ട് ടു പ്രീ ഹിസ്റ്റോറിക് ഡിഫോറസ്റ്റേഷൻ. ചരിത്ര അതീത കാലത്തെ വനനശീകരണത്തിന് അന്നുണ്ടാക്കിയ ആ മനുഷ്യന്റെ ഇമ്പാക്ട് അഥവാ പ്രത്യാഘാതം എന്ന് പറയുന്നത്. ആൻഡ് അഗ്രികൾച്ചർ ദ മോസ്റ്റ് നോട്ടബിൾ മാൻമെയ്ഡ് ഇഫക്റ്റ്. ഇത് രണ്ടുമാണ് ഏറ്റവും ശ്രദ്ധേയമായ മാൻമെയ്ഡ് ഇഫക്റ്റ് എന്ന് പറയാണ്. വിച്ച് കം ഫ്രം ഫോസിൽ ഫ്യൂവൽസ് സിൻസ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഓക്കെ, വ്യവസായ വിപ്ലവം ഉണ്ടായവന്ന ആ കാലഘട്ടം മുതൽ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ, പ്രീ ഹിസ്റ്റോറിക് ഡിഫോറസ്റ്റേഷൻ ആൻഡ് അഗ്രികൾച്ചർ, ഇതായിരുന്നു മാൻമെയ്ഡ് ആയിട്ട് മനുഷ്യൻ ഈ ഭൂമുഖത്തിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം ഉണ്ടാക്കി എന്ന് പഴയകാല മനുഷ്യനെ കുറിച്ച് പറയാവുന്ന വരം വെട്ടിത്തെളിച്ചതും കൃഷി ആരംഭിച്ചതുമാണ്. എന്നാൽ അവിടെ നിന്നൊക്കെ വൻതോതിലുള്ള മാറ്റമാണ് ഇനി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ടുവരാൻ പോകുന്നത് എന്നർത്ഥം. ഇനി ബൈ ദ 1890s, Swedish physicist Svante Arrhenius predicted that coal would create an atmosphere greenhouse effect, and by the 1930s the British meteorologist Gaius toward calendar found data to argue that global warming and had already begun. അദ്ദേഹം ഒരു കലണ്ടർ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു കാലാവസ്ഥാ പഠനശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം കണ്ടെത്തിയ കാര്യം ഇതാണ്. ഹി ഫൗണ്ട് എ ഡാറ്റ ടു ആർഗ്യൂ ദാറ്റ് ഗ്ലോബൽ വാർമിംഗ് ഹാഡ് ഓൾറെഡി ബിഗൺ. ആഗോള താപനം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അദ്ദേഹം വാദിച്ചു. Since 1957, when measurements first began, അതായത് അളവ് തൂക്കങ്ങളൊക്കെ ആദ്യമായിട്ട് തുടങ്ങിയ കാലഘട്ടത്തിൽ, ദ ലെവൽ ഓഫ് ഹീറ്റ് ട്രാപ്പിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ചൂടിനെ ട്രാപ്പ് ചെയ്യാൻ കഴിയുന്നതിന്റെ അളവ്, അതുപോലെ തന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഒക്കെ കൂടുന്നത്, ഇതൊക്കെ അറ്റ്മോസ്ഫിയറിന്റെ വാതകത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവിനെ ബാധിക്കുന്നുണ്ട്. ആൻഡ് ദ ഗ്ലോബൽ ടെമ്പറേച്ചർ ഹാവ് ബിഗൺ ടു റൈസ് സ്വിഫ്റ്റ്ലി. ആഗോള താപനം സാവകാശത്തിൽ അല്ലെങ്കിൽ അതിവേഗതയിൽ ഉയരാൻ തുടങ്ങി. പിന്നെ ബിയോണ്ട് ലെവൽസ് ബിറ്റ്വീൻ ദ ലാസ്റ്റ് മില്ലേനിയം, കഴിഞ്ഞ സഹസ്രാബ്ദത്തില് ഇത് വല്ലാതെ കൂടി, ഒരുപക്ഷെ ഒരു പരിധിയും കടന്നു കൂടി. എ ന്യൂക്ലിയർ ട്രെൻഡ് സിൻസ് ദ 1990s which is more pronounced in the last 2 decades. കഴിഞ്ഞ 2 ഡെക്കേഡുകളായിട്ട് അത് 1990കളിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. പക്ഷെ അത് കൂടുതൽ ശക്തമായി ആ ട്രെൻഡ് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഫർദർ ഗ്രീൻഹൗസ് ഗ്യാസ് എമിഷൻസ് could not do more extreme weather events and could range from severe droughts to stronger. അതായത് ഈ ഒരുപാട് അന്തരീക്ഷ സ്ഥിതിയിലെ സംഭവങ്ങളെയൊന്നും അത്ര കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും
ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനുകൾ അത് ചിലപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളെ കൊണ്ടുവരും എന്നാണ് പറയുക. ആൻഡ് കുഡ് റേഞ്ച് ഫ്രം സിവിയർ ഡ്രോട്ട്സ്, ഒരു പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന ആ എക്സ്ട്രീം ഹോട്ട് വെതറിന് ശേഷം ഉണ്ടായിരിക്കുന്ന ആ വരൾച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രോട്ട് എന്ന് പറയുന്നത്. സ്ട്രോങ്ങർ ആയിരിക്കും സ്റ്റോമി സൈക്ലോൺസ് ആൻഡ് ഹീറ്റ് വേവ്സ്. സ്റ്റോമി സൈക്ലോണുകൾ ഹീറ്റ് വേവുകളും ഉണ്ടാവുകയും ചെയ്യും.